Next, sixth question. Sum of first 5 terms of the sequence, arithmetic sequence 150. Sum of first 5 terms is 150. Sum of the first 5 terms of arithmetic sequence is 150. And the sum of the first 10 terms. Sum of first 10 terms given 550. And 2 terms sum of 5 terms 150, sum of 10 terms 550. In sub question say sub question. First, what is the third term? Third term. First question kanda third term kannam. What is the eighth term? Eighth term kannam. Pinna what are the first 3 terms of the sequence? First 3 terms of the sequence. Then മൂന്നെണ്ണം കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നത് ആകെ ഇതാണ്. പക്ഷേ 5 ടേംസിന്റെ സം കിട്ടിയാൽ അപ്പോൾ തന്നെ തേർഡ് ടേം കാണാം. കാരണം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ x1, x2, x3, x4, x5. 5 numbers ആണ്. 5 numbers ആണെങ്കിൽ അതിന്റെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡിൽ ആയിട്ടുള്ള ടേം ആണ് എന്ത്? x3. അപ്പോൾ ആ ഇക്വേഷൻ എടുക്കാം. മിഡിൽ ടേം മിഡിൽ ടേംസ് കാണാൻ സമ്മിന് അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആയതുകൊണ്ട് ഇപ്പോൾ സം എത്രയാ? x5/5. x5 എന്ന് പറഞ്ഞാൽ എത്രയാ? 150/5 ആണ്. 30 കിട്ടി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 30 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങളോട് പറഞ്ഞ സം ഓഫ് 10 ടേംസ് ആണ്. സം ഓഫ് 10 ടേംസ് ആണെങ്കിൽ ഫസ്റ്റത്തെ 10 ടേംസ് അതിൽ നിന്നൊക്കെ അറിയാം. ആദ്യത്തെ 5 ടേംസിന്റെ 150 ആണെങ്കിൽ നെക്സ്റ്റ് 5 ടേംസിന്റെ സം എന്തായിരിക്കും? നെക്സ്റ്റ് 5 ടേംസിന്റെ സം എന്തായിരിക്കും? അപ്പം എക്സാമ്പിൾ x1, x2, x3, x4 ഇത് വരെയുള്ളത് നിങ്ങൾക്ക് 150 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം x6, x7, x8, x9, x10 ഇങ്ങനെ 5 ടേംസും ടോട്ടലാണ് 550. പക്ഷെ ഈ 5 ടേംസിന്റെ സം 150 ആണെങ്കിൽ ബാക്കിയുള്ള ടേംസിന്റെ സം എന്തായിരിക്കും? നെക്സ്റ്റ് 5 ടേംസ് ഫസ്റ്റ് 5 ടേംസ് അല്ല സെക്കൻഡും 6th ഓൺവേർഡ്സ് ഉള്ള 5 ടേംസിന്റെ സം കാണാൻ എന്ത് ചെയ്യണം? അതായത് x6, x7, x8, x9, x10 ഇതിന്റെ സം കാണാൻ എന്ത് ചെയ്യും? നെക്സ്റ്റ് 5 ടേംസിന്റെ അതായത് ഫസ്റ്റ് 5 അല്ല നെക്സ്റ്റ് 5 ടേംസിന് കാണാൻ 550 150 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 400 ആയിരിക്കും. അതായത് സം എത്ര വരും? 400 വരും. അപ്പോൾ 400 ആണ് ഈ നെക്സ്റ്റ് 5 ടേംസിൽ. അതിലെ മിഡിൽ ടേം ഏതാണ്? അപ്പോൾ x8 എന്തായിരിക്കും? x8 എന്ന് പറഞ്ഞാൽ സം ഡിഫറൻസ് ആ രണ്ട് സം നെക്സ്റ്റ് 5 ടേംസിന്റെ സമ്മ് 400 ആണെങ്കിൽ ആ 400നെ നമ്പർ ഓഫ് ടേംസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ടേംസ് അല്ല അവിടെ ഉള്ളത്. ആ 5 ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 കിട്ടും. അപ്പോൾ 80 ആണ്. അപ്പോൾ നമുക്ക് 2 ടേംസ് കിട്ടി. മിഡിൽ ടേം ആയ ഏത് കിട്ടി? x3യും കിട്ടി, x8ഉം കിട്ടി. x8ഉം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് കാണാം. 2 ടേംസ് കിട്ടിയ കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് കാണാൻ x8 മൈനസ് തന്ന 2 ടേമുകൾ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ക്വഷ്യൻസ് അതായത് xm മൈനസ് xi ബൈ m മൈനസ്. അപ്പോൾ x8 എത്രയാണ്? 80 ആണ്. x3 എത്രയാണ്? 30 ആണ് ബൈ 5. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് വരും? 80 30 മൈനസ് ചെയ്യുമ്പോൾ 50/5 10 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നിങ്ങളുടെ 10 ടേംസ് എഴുതാം. അപ്പോൾ 10 ടേംസ് ഇങ്ങനെയല്ല ഉണ്ടാവുക. അതിൽ തേർഡ് ടേം നമുക്ക് അറിയാം എത്രയാണ്? തേർഡ് ടേം കിട്ടിയിട്ടുണ്ട് എത്രയാണ്? 30 ആണ്. കോമൺ ഡിഫറൻസ് 10 ആയതുകൊണ്ട് 10 ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. 10 20 10 മൈനസ് ചെയ്താൽ 10 ആഡ് ചെയ്യുമ്പോൾ 40, 50, 60, 70 അങ്ങനെയാണ് പോവുക. അപ്പം 8th ടേം എത്രയാണ്? 80. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? സം ഓഫ് 5 ടേംസ് ആണെങ്കിൽ അതിൻ്റെ മിഡിലായിട്ടുള്ള x3 കാണാം.
അതേമാതിരി x8 നമുക്ക് ഫസ്റ്റത്തെ 5 ടേംസ് 150, നെക്സ്റ്റ് ടോട്ടൽ 10 ടേംസിൻ്റെ സമ്മ് 550 ആണെങ്കിൽ ഈ 5 ടേംസിൽ 150 മൈനസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് 5 ടേംസിൻ്റെ സമ്മ് കിട്ടും 400. ആ 400നെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x8 കിട്ടും. x8ഉം x3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, s3 അല്ല x3 ആണ്. s3 കിട്ടിക്കഴിഞ്ഞാൽ x8ഉം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് d കിട്ടും. d കിട്ടിയാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്യാം. അപ്പോൾ ഒരു സീക്വൻസ് സമ്മുകൾ തന്നാൽ ഇങ്ങനെയാണ് ചെയ്യാം. ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം കാണുക എന്നതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഓഡായിരുന്നു, അപ്പോൾ മിഡിൽ ടേം കിട്ടി. പക്ഷെ ഇവിടെ ഓഡല്ല, 10 ടേംസ് ആണ്. അപ്പോൾ 10 ടേംസ് ആയതുകൊണ്ട് ഫസ്റ്റത്തെ 5 ഒഴിക്കുക, പിന്നെ 5 ടേംസ് ആയി മാറി ഓഡ് നമ്പേഴ്സായി. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം കാണാൻ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 28, 7th ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡഡ് പോളിഗണിനെയാണ് പെൻറ്റഗൺ എന്ന് പറയാം. ആർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്. ആംഗിൾസ് എന്താണെന്ന് പറഞ്ഞിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പ്രൂവ് ദാറ്റ് ഇറ്റ് സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. സ്മോളസ്റ്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 36. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ ആണ്. അപ്പം പെൻറ്റഗൺ ആകുമ്പം പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡഡ് ഫിഗർ ആണ്. റെഗുലർ അല്ല, ഒരു പെൻറ്റഗൺ. സം ഓഫ് സൈഡ്സ്, സം ഓഫ് ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയാണ് പെൻറ്റഗണിന്റെ സമ്മ്? അറിയില്ലെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n-2 ഇൻറ്റു 180 ആണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ 5 - 2 ഇൻറ്റു 180 ആണ്. 5 2 മൈനസ് ചെയ്താൽ 3 ആണ്. 3 ഇൻറ്റു 180, 3 ഇൻറ്റു 180 എത്രയാ? 540 ആണ്. എല്ലാം നിങ്ങൾക്ക് സമ്മ് അറിയുമെങ്കിൽ സം ഈസ് 540 എന്ന് എഴുതാം. അപ്പോൾ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ 540. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് പെൻറ്റഗണിന്റെ സമ്മാണ്. അപ്പോൾ പെൻറ്റഗണിന്റെ സമ്മിന് ഓരോ ആംഗിളും സ്മോളസ്റ്റ് ആംഗിൾ എക്സ് ആക്കി എടുക്കാം. നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് എക്സ് പ്ലസ് ഡി എന്ന് എടുക്കാം. തേർഡ് എക്സ് പ്ലസ് 2d എന്ന് എടുക്കാം. ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d എന്ന് എഴുതാം. എക്സ് പ്ലസ് 4d. അങ്ങനെ 5 ആംഗിൾസ് ആണുള്ളത്. പെൻറ്റഗണിന് 5 ആംഗിൾ ആണ്. ഈ 5 ആംഗിൾസിന്റെ സമ്മ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിലെ 540. ആഡ് ചെയ്യാം. എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 540 ആണ് സമ്മ എഴുതാം. അപ്പൊ ഇനി എക്സുകൾ ആഡ് ചെയ്യുമ്പോൾ എത്ര എക്സ് ആണ്? 2x, 3x, 4x, 5x. അപ്പോൾ 5x പ്ലസ് ഡി, കോമൺ ഡിഫറൻസ് 1, 2, 3യും 3യും കൂടെ 6d, 4ഉം 10d ആണ് വരിക. അപ്പോൾ 5x പ്ലസ് 10d 540 ആണ്. എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് 5 ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എക്സിനെ 5x-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ആയി. 10ൽ 5 2d ആണ്. 540 ഇങ്ങനെ കിട്ടി. 540നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 108, 108 ഡിഗ്രി ആണ് വരിക. ഇനി നമുക്ക് സ്മോളസ്റ്റ് ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് 36. സ്മോളസ്റ്റ് ആംഗിൾ 36 ആക്കി എടുക്കുകയാണെങ്കിൽ 36 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 36 പ്ലസ് 2d 108 ആണ്. 2d 108 ബൈ 36 ബൈ മൈനസ് 36 പ്ലസ് 36 അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ മൈനസ് 36. 108 36 മൈനസ് ചെയ്താൽ 72. 2d 72 ആണ് കിട്ടിയത്. അപ്പൊ d എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് 72ന് ഇൻറ്റു 2 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 2 ആക്കുകയാണെങ്കിൽ 72 2 36 ടൈംസ് ആണ്. അപ്പൊ 36 എഴുതി വെക്കാം. ഫസ്റ്റ് ടേം സ്മോളസ്റ്റ് ആംഗിൾ 36 ആണ്. കോമൺ ഡിഫറൻസും 36 ആണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് 36 ആഡ് ചെയ്യുമ്പോൾ 72 വരും. തേർഡ് ആംഗിൾ 36ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 108 വരും. 36 ആഡ് ചെയ്യുകയാണെങ്കിൽ 144 വരും. 144 36 ആഡ് ചെയ്താൽ
180. അങ്ങനെ 5 ആംഗിൾസ് ആണ് വരിക. ഇങ്ങനെ ആംഗിൾസ് വരുമ്പോൾ ഈ 108 എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാവുമോ? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക? ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് വരിക. ലാർജസ്റ്റ് ആംഗിൾ എന്താ? 180 ആണ്. ഫിഫ്ത്ത് ആംഗിൾ 180 ആണ്. സ്മോളസ്റ്റ് 36 എടുക്കുമ്പോൾ ലാർജസ്റ്റ് ആംഗിൾ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആംഗിൾ 180 വന്നു. 180 എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യില്ല. ഒരു സ്ട്രേറ്റ് ലൈൻ ആയിപ്പോവും. അപ്പോൾ ഒരു പോളിഗൺ ഉണ്ടാവില്ല. ആ പോളിഗൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതെന്ത് എഴുതണം? എങ്ങനെ എഴുതാം? 180 വിൽ നോട്ട് ആൻ ആംഗിൾ ഓഫ് പെന്റഗൺ. അപ്പം ഒരിക്കലും 108 എന്തല്ല? വിൽ നോട്ട് ആൻ ആംഗിൾ ഓഫ് പെന്റഗൺ എഴുതിയേക്കാം. അപ്പോൾ 108 വരില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? സ്മോളസ്റ്റ് ആംഗിൾ എന്തായിരിക്കണം? 36നേക്കാൾ കൂടണം, എന്നാലല്ലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ സ്മോളസ്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 36 ആണ് എന്ന് എഴുതി. അപ്പോൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? പെന്റഗൺ ആണെങ്കിൽ പെന്റഗണിന്റെ ആംഗിൾ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ച് 514 എടുക്കാം. പിന്നെ നിങ്ങൾക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഡി കൂടി വരുന്ന മാതിരിയാണ്. എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d അങ്ങനെ വരിക. സമ്മ് ചെയ്യുമ്പോൾ 5x പ്ലസ് 10d 540 വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എക്സ് പ്ലസ് 2d 108 എന്ന് പറയും. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുക സ്മോളസ്റ്റ് ആംഗിൾ 36 എന്ന് വിചാരിക്കാം. അവർ പറഞ്ഞ 36നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ 36 എടുത്താൽ എന്ത് സംഭവിക്കും നോക്കി. അപ്പോൾ 36 എടുത്തപ്പോൾ നമുക്ക് ലാർജസ്റ്റ് ആംഗിൾ 180 വന്നു. ഒരിക്കലും 180 വിൽ നോട്ട് ബി ആൻ ആംഗിൾ ഓഫ് പെന്റഗൺ. ഒരിക്കലും പെന്റഗണിന്റെ ആംഗിളായി 180 ഡിഗ്രി വരൂല, 180 വരൂല. അപ്പോൾ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയി മാറും. സ്ട്രേറ്റ് ലൈൻ ആയെങ്കിൽ അങ്ങനത്തെ ഒരു പോളിഗൺ ഫോം ചെയ്യില്ല. അപ്പം എന്തായിരിക്കണം? 36നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ സ്മോളസ്റ്റ് 36 എടുത്തു. അതിൽ നിന്ന് തന്നെ മനസ്സിലായി സ്മോളസ്റ്റ് ആംഗിൾ മോർ ദാൻ 36 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 36 ആയിരിക്കണം എന്ന്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ.